how you are able to assess scientifically and say maybe it simplifies work. So he have some interaction with some engineers, has given some inputs, but the major thing what he has done by himself only. Actually, they are all basically a farming community. His father's brother is an engineer. His skill is basically he developed by his own initiative. റെനോ ഷെഡിങ് ആൻഡ് ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു മൾട്ടിപർപ്പസ് മെഷീനാണ്. ഇപ്പം പൊടിക്കാനാണെങ്കിൽ പൊടിക്കുന്ന മെഷീൻ അത് മാത്രമേ സാധിക്കുള്ളൂ, അരിയുന്ന മെഷീനിൽ അരിച്ചിൽ മാത്രമേ സാധിക്കുള്ളൂ, അരയ്ക്കുന്ന മെഷീനിലാണ് അരയ്ക്ക മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്നാൽ എൻ്റെ ഈ മെഷീനിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പൊടിക്കാൻ സാധിക്കും, അരിയാൻ സാധിക്കും, അരയ്ക്കാൻ സാധിക്കും, സ്ലറി പോലെ ആക്കാൻ, ഇപ്പം വേസ്റ്റൊക്കെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് സ്ലറി പോലെ ആക്കാൻ, അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഒരു മെഷീനിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ആ മെഷീൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം എൻ്റെ യൂണിറ്റ് സന്ദർശിക്കാനായിട്ട് പ്രോ ലിനോവ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അവരിവിടെ വന്നത്. നമസ്കാരം, എൻ്റെ പേര് ജോഷി ജോസഫ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട അരുവത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ യൂണിറ്റ് ആദ്യ സമയത്ത് അവിടെയായിരുന്നു. ഇപ്പോൾ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് തടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കമ്പനിയുടെ പേര് റെനോ ആക്സസ് ഗ്രീൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അതുപോലെ വനിതാ സംരംഭങ്ങളായിട്ടുള്ളവർക്ക്, വനിതകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഈ മെഷീൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. എത്ര നാളായി ഇത് കണ്ടുപിടിച്ചിട്ട്? ഇത് ഏകദേശം ഒരു കോവിഡ് കാലത്താണ് ഇതിന്റെ ആദ്യത്തെ ഒരു നിർമ്മാണം ഒരെണ്ണം ചെയ്തത്. ഞാൻ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രോ ബാഗിന്റെ മിക്സ് ഉണ്ടാക്കി കൊടുക്കുന്നു, ജൈവവളങ്ങളുടെ കൂട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിത്തുകൾ തൈ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉണങ്ങിയ ചാണകം, പിണ്ണാക്ക് ഇതൊക്കെ പൊടിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ പൊടിക്കാം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു മെഷീന് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിൽ എൻ്റെ ആവശ്യങ്ങൾ അങ്ങ് നടന്നുകൊണ്ടിരുന്നു. ചാണകമൊക്കെ പൊടിച്ച് ഇതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഓരോരുത്തർ എന്നോട് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ 1ഉം 2ഉം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ അത് പലരും ആവശ്യക്കാർ ഇതിനു വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഓരോന്ന് കുറച്ച് കൂടുതൽ എണ്ണങ്ങൾ ഉണ്ടാക്കി അത് പയ്യെ ഇപ്പം ഈ 2025 ഇപ്പോൾ ആയപ്പോഴത്തേക്കും ഇതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വരുത്തി യൂണിറ്റ് പോലെ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെ ഇതിനേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് എത്ര മോഡൽ ചേട്ടൻ ചെയ്യുന്നുണ്ട്? ഇതിന്റെ വലുപ്പത്തിലുള്ള വ്യത്യാസങ്ങളാണുള്ളത്. മെഷീൻ എല്ലാം ഒരേ മോഡൽ തന്നെ, അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം. വലിപ്പം ഇപ്പൊ 4 വലിപ്പമാണ് ചെയ്യുന്നത്. അതില് 4 വലിപ്പത്തിനുള്ള വ്യത്യാസം അല്ലെ മോട്ടറിന്റെ പവറും മെഷീന്റെ വലുപ്പത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ. നമ്മൾ ഈ പ്രധാനമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇതിന് ഈ ഒരു മെഷീന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇതിന്റെ അകത്ത് പൊടിക്കാൻ പറ്റും, അരിയാൻ പറ്റും, അരയ്ക്കാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങളാ പൊടിക്കാന്ന് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചാണകം പോലുള്ളത്, അല്ലെ പിണ്ണാക്ക്, ആട്ടും കാഷ്ടമൊക്കെ പൊടിക്കാതെ നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടേ അത് മണ്ണിലോട്ട് പൊടിഞ്ഞ് ചേരുള്ളൂ. അപ്പം ഇതൊക്കെ പൊടിക്കാൻ പറ്റും. അതുപോലെ ഉണങ്ങിയ സാധനങ്ങൾ എന്തും പൊടിയാക്കി പൗഡർ പോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അത് പച്ചക്കക്ക പൊടിക്കാം, മുട്ടത്തോട് പൊടിക്കാം, അതുപോലെ ഇപ്പം വേപ്പും കുരു പൊടിച്ചെടുക്കാൻ പറ്റും. നമുക്കെല്ലാം വേപ്പും പിണ്ണാക്ക് പോലെയാണ് കിട്ടുന്നത്. അതെല്ലാം മായം ചേർന്ന സ്ഥാനത്ത് വേപ്പും കുരു അതേപടി പൊടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ പുളിങ്കുരു പൊടിക്കാം, അല്ലെ ചോളം പൊടിക്കാം. ഇതൊക്കെ പലർക്കും പല ആവശ്യങ്ങളാണ്. ഫുഡ് ഗ്രേഡ് അല്ലാത്തതുകൊണ്ട് ഫുഡ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. പിന്നെ അരിയാന്ന് ഉദ്ദേശിച്ചത് ഇപ്പം പശുവിനൊക്കെ പുല്ല് പോലുള്ളത്, അല്ലെങ്കിൽ മറ്റേ കപ്പത്തണ്ടോ അല്ലെങ്കിൽ ചീമക്കൊന്നയോ അല്ലെ പ്ലാവിന്റെ കമ്പോ അതുപോലെ എന്തും അരിഞ്ഞെടുക്കാം. തീറ്റ കൊടുക്കാനായിട്ട് ആടിനോ അതുപോലെ കോഴിക്കൊക്കെ പുല്ലൊക്കെ പൊടിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോഴിയൊക്കെ നന്നായിട്ട് തിന്നും. ഇപ്പൊ താറാവ് അങ്ങനെയുള്ളതിന്. പിന്നെ ഉള്ളത് നമ്മൾ കമ്പോസ്റ്റിങ്. ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ് ആവശ്യത്തിന് വേസ്റ്റ് ഒക്കെ അരിഞ്ഞെടുത്ത് വേണം കമ്പോസ്റ്റ് ചെയ്യാൻ. ഈ ഫുഡ്, അതായത് ഈ വെജിറ്റബിളിന്റെ വേസ്റ്റ്, അതുപോലെ ഈ കാളാമുണ്ടം പോലുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാർക്കറ്റിൽ വരുന്ന വേസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്ന. ഇപ്പം ഭക്ഷണ വേസ്റ്റ് നമുക്ക് അങ്ങനെ അരിയേണ്ട കാര്യമില്ല, അത് എവിടെ ഇടാം. അതിന്റെ കൂട്ടത്തില് ഇപ്പം
കമ്പോസ്റ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് കരിയില പോലുള്ളത് അതൊക്കെ ഇട്ട് കൊടുത്താലാണ് അത് നന്നായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അരയ്ക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ഇറങ്ങിയ കാലത്ത് ചാണകം മാത്രമായിരുന്നു പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. ചാണകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, അതിനെ കൃത്യമായിട്ട് വെള്ളം കൊടുത്ത് കലക്കിയായിരുന്നു പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എല്ലാവരും പ്ലാന്റ് മേടിച്ച് വെക്കും, വേസ്റ്റ് അതേപടി കൊണ്ടിടും. നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ വീട്ടിലെ വേസ്റ്റ് വലിയ പ്ലാന്റുകൾ ഇപ്പം മാർക്കറ്റിലൊക്കെ വലിയ പ്ലാന്റ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ വലിയ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതെല്ലാവരും അന്നത്തെ വേസ്റ്റ് അതേപടി കൊണ്ടിടും. ഡെയിലി ഇത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വേസ്റ്റ് അതേപടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അത് അഴുകി അതിൻ്റെ അകത്ത് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യം നടക്കില്ല. അതിനെ അരച്ച് സ്ലറി പോലെ തന്നെ ഒഴിച്ചു കൊടുത്തെങ്കിൽ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ ഡെയിലി വേസ്റ്റ് വരുന്നുണ്ടല്ലോ, ഡെയിലി ഇട്ടോണ്ടിരിക്കും. അപ്പം അങ്ങനെ അരച്ച് നമുക്ക് വെള്ളം അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാനൊക്കെ അല്ല ഈ ഇതിന്റെ അകത്ത് ഡൈജസ്റ്റിംഗ് നടന്ന് നമുക്ക് മീതയിൽ എന്ന് പറഞ്ഞ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സ്ലറി ആയിട്ട് കിടക്കണം. അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകും, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ചിലപ്പം ബയോഗ്യാസ് പ്ലാന്റിൽ ഡ്രം ഒക്കെ നിറഞ്ഞു നിൽക്കും, ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഗ്യാസ് കത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ചേട്ടാ, നമ്മളിവിടെ ഒരു 4 സൈസിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും ചെറുത് തൊട്ട് നമുക്കൊന്ന് പറഞ്ഞുതരാം. അത് ഇതാണ് അതില് ചെറുത് 1 HP വലിപ്പം ഇതാണ്. അപ്പൊ വലിപ്പത്തില് നമുക്ക് ഇത് 3 വലിപ്പം ഇവിടെ ഇരിപ്പുണ്ട്. ആ വലിപ്പം ഒന്ന് കാണിക്കാം. ഇതാണ് ഏറ്റവും ചെറുത് 1 HP ഇത് 1 HP മോട്ടർ, അതിന്റെ വലിപ്പം. പിന്നെ 1, 1.5, 2 അങ്ങനെയാണ്. ഇത് 1.5 1.5. പിന്നെ അതിനകത്ത് തന്നെയാണെങ്കിലും ഇപ്പം ഇത് കുറച്ചും കൂടെ പവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് 1.5 മോട്ടർ വെച്ച് കൊടുക്കാൻ പറ്റും. 1.5 മോട്ടർ കയറ്റി വെച്ച് കൊടുക്കാൻ പറ്റും, വെക്കും. അതിന്റെ ഷാഫ്റ്റും ഇതെല്ലാം 1.5 വെക്കാവുന്ന രീതിയിലുള്ള ഷാഫ്റ്റ് ഒക്കെ. പക്ഷെ അന്നേരം ഈ വലിപ്പം ഇത് മാത്രം ഇതെല്ലാം ഈ ഒരു വലിപ്പമായിരിക്കും. ഇതായിരിക്കും വരുന്നത്. ഇതിന്റെ ഇവിടെ ഈ വലിപ്പത്തിന് കുറച്ച് വ്യത്യാസം, കുറച്ചുകൂടെ വലിപ്പ വ്യത്യാസമുണ്ട്. അതിന്റെ അകത്ത് ഇടുന്ന ഹോളിന് വലിപ്പ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഓരോന്നിനും വലിപ്പം അനുസരിച്ച് ആ ഒരു വ്യത്യാസങ്ങളുണ്ട് വരുന്നുണ്ട്. ഒന്നിന്റെ അകത്ത് 1.5 മോട്ടർ വെക്കാം, 1.5 2 മോട്ടർ വെക്കാം. അതുപോലെ 3 ഫേസ് ഉള്ളവർക്കാണെങ്കിൽ 3 ഫേസ് മോട്ടർ അവർക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഈ വലിപ്പത്തിനനുസരിച്ച് മോട്ടറിന്റെ പവർ അനുസരിച്ചാണ് ചെറിയ വില വ്യത്യാസം വരുന്നത്. ഇതിപ്പോ സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊരു 42 രൂപ സ്റ്റാർട്ടിങ്. പിന്നെ GST 5%. അപ്പൊ നേരത്തെ 12 ആയിരുന്നു. ഇതിപ്പോ അഗ്രികൾച്ചർ പർപ്പസ് എന്നുള്ള ഇങ്ങനെ മെഷീനുകൾക്ക് ഇപ്പം 5% ഉള്ളൂ. അപ്പൊ ഉപഭോക്താവിനെ സംബന്ധിച്ച് അത് നല്ലൊരു കുറവാണ്. നേരത്തെ തുടങ്ങി GST എക്സ്ട്രാ ആയിരുന്നു വെക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ മോട്ടറാണ് വരുന്നത്. ഇത് രണ്ടാമത്തെ 1.5 HP 1.5 മോട്ടർ. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2 HP മോട്ടർ വെക്കുവോ അല്ലെ 3 ഫേസ് മോട്ടർ വെക്കുവോ ഒക്കെ ചെയ്യാം. മോട്ടറിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുന്ന കുഴപ്പമില്ല. അപ്പൊ ആ ഒരു മോട്ടറിന്റെ വിലയിലുള്ള ആ ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മോഡൽ വരുന്നത്, അടുത്ത മോഡല് ഇതാണ് 2 HP ഏറ്റവും പുതിയ ടെക്നോളജി അനുസരിച്ച് ഉണ്ടാക്കിയേക്കുന്നത് ഇതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നേരത്തെ ട്രേ പുറത്തോട്ട് തള്ളിയായിരുന്നു. ഇപ്പൊ ഇത് കാണുമ്പോ അറിയാം, ഇത് ആദ്യം ചെയ്തു വെച്ചിരുന്ന ഇതാണ്. വേറെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പുറത്തോട്ട് ഈ ട്രേ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും സ്പേസ് വെറുതെ പോവാം. അപ്പൊ ചിലർക്ക് ഇച്ചിരി സ്പേസ് കുറവ് ഒക്കെ ആണ്. അപ്പം പിന്നെ അത് പാക്ക് ചെയ്യുന്നിടത്തും ഒക്കെ കുറച്ച് ഇത് വേണമെങ്കിൽ മൊത്തം വേണേൽ പാക്ക് ചെയ്യാൻ പറ്റും. പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം അഴിച്ചെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ്. ഈ ട്രേ ഒക്കെ ഇവിടെ നട്ടും ബോൾട്ടും ഇട്ടേ മുറുക്കിയിട്ടുള്ളൂ. ഇത് അഴിച്ചെടുക്കാം, ഇവിടെ സ്റ്റാൻഡ് അഴിച്ചെടുക്കാം, എല്ലാം അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ്. ഇത് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സ്പേസ് ഭയങ്കരമായിട്ട് ഒത്തിരി കുറഞ്ഞു. അപ്പൊ ഈ ഇതിന്റെ മെഷീന്റെ രീതിയിൽ തന്നെ ഈ ട്രേ എല്ലാം ഒതുങ്ങി രീതി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറെ സ്പേസ് ലാഭം വെക്കുന്നിടത്തും ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ 2 HP. ഇതേലും വേണേ 3 HP മോട്ടർ വെക്കാൻ പറ്റും. ഇതിന്റെ ഷാഫ്റ്റും ബെയറിംഗും ഒക്കെ വലിയ ബെയറിംഗും ഷാഫ്റ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിപ്പം ഓർഡർ നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതിപ്പോ കിട്ടണമെങ്കിൽ? ഇപ്പം എന്നാ വെച്ചാൽ ഞങ്ങള് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് സെറ്റ് ആക്കുന്നതിന്റെയും പിന്നെ ഈ മോട്ടറിന്റെ ഒക്കെ വലിയ മാറ്റം ഉണ്ടെങ്കിൽ ആ ഒരു കാലം ഒരു ഒരാഴ്ചക്കൊക്കെ കൊടുക്കാം. മിക്കവാറും എപ്പോഴും അവിടെ അടുത്ത് പാഴ്സൽ സർവീസ് ഉണ്ടോ ഇതിന്റെ? ഇതിപ്പം ഒന്നും KRS വഴി അല്ലെങ്കിൽ APS വഴി, പിന്നെ പുറത്തോട്ട് ഇപ്പം ഗോവ പൂനെ ഒക്കെ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ VRL വഴിയാണ് കൊടുക്കുന്നത്. VRL കേരളത്തിൽ അവർക്ക് ലോക്കൽ സർവീസ് ഇല്ല. അവർ പുറത്തോട്ടുള്ള ചാർജും കുറവാണ്. നമുക്കിപ്പം ഇവിടെ കാസർഗോഡിന് അയക്കുന്ന ചാർജ് ആവുന്നില്ല. ഇപ്പം ഗോവായ്ക്കോ പൂനായിക്കോ അയച്ചാൽ VRL ചാർജ് കുറച്ച് കുറവുണ്ട്. അപ്പം അങ്ങനെ പാഴ്സൽ വഴി. പിന്നെ അടുത്തൊക്കെ ഉള്ളവര് വണ്ടിയെ വന്നു. ഇപ്പൊ കാറയിലാണെങ്കിൽ പോലും ഇത് അഴിച്ച് ഒരു കാറെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. വളരെ ഈസി ആയിട്ട് മെഷീൻ 2 നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കുന്നു. ഈ ട്രേയെ അത് 4 നട്ടിട്ട് മുറുക്കുന്നു. അത്രയും പണിയുള്ളൂ. ബാക്കി മെഷീൻ
മോട്ടറും ബെൽറ്റും എല്ലാം ഒറ്റ സെറ്റ് യൂണിറ്റ് ആണ്. ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് ഈ ഇത്രയും ഭാഗം അയച്ചു കൊടുത്താൽ മതി, മറ്റേ മാത്രം അടിച്ചു കൊടുത്താൽ മതി. ബാക്കി മെഷീന്റെ ഒരു ഭാഗം കൊടുത്തു വിടണ്ട. നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കാം. ഇപ്പം കൂവ പോലുള്ളത് അരച്ചെടുക്കാൻ പറ്റും. കൂവ അരയ്ക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മെഷീനുകളുണ്ട്. മെഷീനുകളൊക്കെ ആ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് കൂവ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. കൂവ പിന്നെ പന, നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പം പന ഇല്ലെന്നായി. നമ്മുടെ കൊടപ്പന എന്ന് പറയുന്നത് പനംപൊടിക്ക് നല്ല വിലയുള്ള സാധനമാണ്. കൂവപ്പൊടിക്കും അതുപോലെ വിലയുണ്ട്. ഇതൊക്കെ അരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് പലരും ചെയ്യാതെ പോകുന്നത്. അപ്പോൾ കൂവ അരയ്ക്കാനായിട്ട് വളരെ ഈസി ആയിട്ട്, അത് നന്നായിട്ട് എത്ര നന്നായിട്ട് കൂവ അരയുന്നോ അതനുസരിച്ചാണ് പൊടിയുടെ അളവ് കിട്ടുന്നത്. കൂവയുടെ സ്റ്റാർച്ചാണ് നമ്മുടെ കിട്ടുന്നത്. അപ്പൊ കൂവ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇതപ്പം സാധാരണ മെഷീൻ എന്ന് പറഞ്ഞാൽ കൂവ അരയ്ക്കാണെങ്കിൽ കൂവ അരയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. കൂവ അരയ്ക്കാൻ മാത്രമേ പറ്റൂ. ഇതുകൊണ്ടൊരു നല്ല കാര്യങ്ങൾക്ക് ഇപ്പൊ ഒരാൾ ഒരു മെഷീൻ മേടിച്ചാൽ അയാൾക്ക് ആ ആവശ്യം നടക്കുന്നില്ല, അല്ലെ അത് വേണ്ട എന്ന് വെച്ചു, അയാൾക്ക് വേറൊരു ആവശ്യത്തിനോ ഉപയോഗിക്കോ, അല്ലെ മറ്റൊരാൾക്ക് മറ്റൊരു ആവശ്യത്തിനോ വേണേൽ കൊടുക്കാൻ പറ്റും. അപ്പം ഒരിക്കലും ഈ മെഷീൻ ഉപയോഗശൂന്യം ആയി പോകുന്നില്ല. അപ്പൊ ഇതില് ഈ പറഞ്ഞ ഒരു മൾട്ടി പർപ്പസ് ആണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? വീടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് അതെയോ ഫാക്ടറികളിലേക്ക്? ഇപ്പൊ കൂടുതലും ഈ ചെറുകിട സംരംഭകര്. ഇപ്പം ഇത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ അകത്ത് പച്ചക്കക്ക പൊടിക്കുന്നുണ്ട്. അപ്പൊ ഈ പച്ചക്കക്ക പൊടിക്കാനൊക്കെ ഈ പൾവറൈസർ എന്ന് പറഞ്ഞ ഒരു മെഷീനെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടല്ലേ. അതൊക്കെ 10 HP മേലോട്ടുള്ള മോട്ടോർ വെച്ച് 3 ഫേസ് ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പൾവറൈസറൊക്കെ കാസ്റ്റ് അയൺ ആണ് അതിന്റെ ബോഡി. ഇതിന് നല്ല തേയ്മാനം ഉണ്ടാവും. ഇതിനും ഈ മെഷീനും തേയ്മാനം ഉണ്ട്. അപ്പൊ തേയ്മാനം ഉണ്ടാകാതെ അതിനകത്ത് അഡീഷണൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ലീവ് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേയ്മാനം വന്നാൽ പോലും അത്രയും ഭാഗം മാറ്റിവെക്കാം. മറ്റേത് മെഷീൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഇതാകുമ്പോൾ മറ്റേ നമ്മുടെ ബ്ലേഡ് മാത്രം മാറ്റാം. ബ്ലേഡ് നമുക്ക് ഈസി ആയിട്ട് ഇപ്പം വേണമെങ്കിൽ മാറാം. അതിന്റെ അകത്ത് ഈ ഡ്രമ്മിന്റെ അകത്ത് സ്ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ആ ഡ്രമ്മിനുള്ള തേയ്മാനം ഉണ്ടാകുക. അത് ഈ കക്ക പൊടിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമേ അതിന്റെ ഒരു ആവശ്യമുള്ളൂ. മറ്റുള്ള നോർമൽ ആവശ്യങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല, ഉപയോഗിക്കുന്നില്ല. ഡ്രം അതുപോലെ കട്ടിയുള്ള TI ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ആരാ കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ 8 ബയോഗ്യാസ് പ്ലാന്റിലേക്ക് എൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. പാളയം മാർക്കറ്റിലൊക്കെ വലിയ മാർക്കറ്റില്ല, അവിടുത്തെ വലിയ ബയോഗ്യാസ് പ്ലാന്റാ. അപ്പൊ അവിടെ ഒരു ദിവസം 500 കിലോ വേസ്റ്റ് അവിടെ ഒരു ദിവസം മാർക്കറ്റിൽ വരുന്നത്. ആ മാർക്കറ്റിലെ മാത്രം അവിടെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് അയക്കുന്നുണ്ട്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഈ യൂണിറ്റുകൾ ഇപ്പൊ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഏകദേശം 2.5 വർഷത്തിന് മേലെയായി എൻ്റെ മെഷീനാണ് ഉപയോഗിക്കുന്നത് വേസ്റ്റ് ചെയ്യാൻ. അവിടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വലിയ മെഷീനുകൾ ഇരിപ്പുണ്ട്. പലയിടത്തും അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പം അതിന്റെ മെയിൻ്റെനൻസിനൊന്നും കമ്പനി കാണിയല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ വളരെ ഭംഗിയായിട്ട് അത് നടക്കുന്നുണ്ട്. മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അതെങ്ങനെയാ? മെയിൻ്റെനൻസ് ഇതിന് ബ്ലേഡിന് എന്തെങ്കിലും വന്നാൽ സാധാരണ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. എന്ന് വെച്ചാൽ അത് പ്രത്യേകം ഹൈ കാർബൺ മെറ്റൽ ഉപയോഗിച്ച് ഉള്ള ബ്ലേഡ് ഞാൻ പുറത്ത് വരെ കോയമ്പത്തൂർ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പം നോർമൽ രീതിയിലൊന്നും ബ്ലേഡിന്. പിന്നെ ഉള്ളത് ഇത് സ്പീഡ് കൂട്ടിയാണ്. സാധാരണ നോർമൽ മോട്ടറിന്റെ സ്പീഡിനെക്കാട്ടിലും ഇരട്ടി സ്പീഡിലാണ് ഇതിന്റെ ബ്ലേഡ് കറങ്ങുന്നത്. അപ്പം അങ്ങനെ കറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കട്ടിയുള്ള സാധനം ചെന്ന്, ഇപ്പം വേസ്റ്റിന്റെ അതൊക്കെ ചിലപ്പോൾ ഇവിടെ സംഭവിച്ചത് കട്ടി കൂടിയ കാണാതെ, അതുപോലെ കമ്പി കഷ്ണം, അങ്ങനെ കല്ലൊക്കെ പോലെയുള്ളതൊക്കെയാണ് പൊടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പം പെട്ടെന്ന് അടിക്കുമ്പോൾ ബ്ലേഡിന്റെ ഡാമേജ് വരാറുണ്ട്. അല്ലാതെ നോർമൽ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ ബ്ലേഡിനൊന്നും ഡാമേജ് വരുന്നില്ല. മോട്ടറിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ മോട്ടർ നമുക്ക് വാറണ്ടിയുള്ള കമ്പനി മോട്ടറാണ് വെക്കുന്നത്. അല്ലെങ്കിൽ വിവാഡ് അല്ലെ ക്രോംപ്ടൺ, കിർലോസ്കർ, ഇങ്ങനെ 3 കമ്പനിയുടെ മോട്ടർ തന്നെയാണ്. അത് 1 വർഷം കമ്പനി തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മോട്ടറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഇതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് നോക്കി മെയിൻ്റെനൻസ് ചെയ്യാവുന്നതാണെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യും, റീപ്ലേസ് ചെയ്യേണ്ടതാണ് റീപ്ലേസ് ചെയ്ത് അവർ തന്നെ കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറയാൻ മെയിൻ്റെനൻസ് തീരെ കുറവാണ്. നമുക്ക് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതിന്റെ ഇടയ്ക്ക് 1-2 പേരുടെ ഇതിനകത്താണ് ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് റെഡിയാക്കി കൊടുക്കും. നമ്മൾ എത്ര ആളാണ് തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ രീതിയിലേക്ക് ആക്കിയിട്ട് ഏകദേശം ഒരു 2 വർഷം ആയി. ഞാൻ ചെയ്തു കൊടുക്കുന്നത്, ഞാൻ കൃഷിഭവന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പോളിഹൗസ്, അതുപോലെ റെയിൻ ഷെൽട്ടർ, ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് അതിനുള്ള ഒരു യൂണിറ്റ് വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം ഓരോരുത്തർ ചോദിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ. അപ്പൊ മറ്റുള്ളതെല്ലാം നിർത്തിയിട്ട് ഈ മെഷീന്റെ വർക്കുകളിലേക്ക് മാത്രം മാറിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. നമുക്ക് ഈ ബാക്കിയുള്ള മെഷീനൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേനും നല്ല കോസ്റ്റ് അതിന് വരുന്നത്. കറണ്ട് ചാർജ് ആണെങ്കിൽ കൂടുതൽ വരുന്നുണ്ട്. ഇതിന്റെ ചാർജും കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ്? ഇതിലിപ്പം 2 HP മോട്ടർ ആണെങ്കിൽ നമുക്ക് 1.2 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിന്
1.3. അപ്പോൾ അത് നമ്മുടെ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നു കൂട്ടും. അപ്പം നോർമൽ ഒരു 1.5 യൂണിറ്റ് ഒക്കെയാണ് ഒരു മണിക്കൂറിൽ കറണ്ടിന്റെ ചെലവ് വരുള്ളൂ. സാധാരണ ഈ ചെറുകിട യൂണിറ്റുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ സിംഗിൾ ഫേസേ കാണുള്ളൂ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ 2 HP വരെ ഉള്ളത് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 3 ഫേസ് ഉള്ളവർക്ക് 3 ഫേസിന്റെ മോട്ടോർ വെച്ച് കൊടുക്കും, അത് ചോദിച്ചിട്ട്. അപ്പം 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കറണ്ട് കാശൊക്കെ കുറവേ വരുള്ളൂ. അപ്പൊ അത് എല്ലാവർക്കും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ചെലവ് കുറവിനെ കുറിച്ച് ഒന്ന് പറയാമോ? ചെലവ് ഒന്ന് വിലയിലുള്ള കുറവ്, ഈ മെഷീന്റെ വിലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇപ്പൊ അരിയുന്ന മെഷീനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ മറ്റുള്ള കമ്പനികളുടെ ഒക്കെ നോക്കിയപ്പോൾ എല്ലാം ഒരു 2-2.5-4 ലക്ഷം രൂപ വരെയുള്ള വിലകളാണ് ഈ വേസ്റ്റ് അരിയുന്ന ഷെഡിങ് മെഷീനുകൾക്ക് ആണെങ്കിലും വരുന്നത്. അപ്പൊ അതേ സ്ഥാനത്ത് എൻ്റെ ഈ മെഷീനിൽ ഏറ്റവും വലിയ മെഷീന് വരെ 1 ലക്ഷത്തിൽ താഴെ വില വരും. ആ മെഷീന് പഞ്ചായത്ത് അങ്ങനെയുള്ള ഇപ്പൊ മുനിസിപ്പാലിറ്റി ഇത് അങ്ങനെയുള്ളടത്താണ്. ഏറ്റവും കുറഞ്ഞ മെഷീൻ എന്ത് റേറ്റ് വരുന്നത്? ഏറ്റവും കുറഞ്ഞ ഒരു 42 രൂപ ഒക്കെ വരുന്നത്. അതിന്റെ അകത്ത് 1 HP ആണോ വരുന്നത്? 1 HP മോട്ടോർ വരുന്നത്. അപ്പൊ അത് മോട്ടറിന്റെ വ്യത്യാസം വരുന്നതിന്റെ കാര്യം എന്നാ? അല്ല, ഞാൻ ആദ്യം ചെയ്തപ്പം ഈ ഒരു വലിപ്പമായിരുന്നു ചെയ്തത്, 2 HP. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ വില കുറഞ്ഞ് ചെയ്ത് ഇപ്പം ചെറിയ ആവശ്യക്കാർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് കുറയ്ക്കാൻ വലിയ രീതിയിൽ കുറയ്ക്കാനില്ല. പണിയും ബാക്കി തന്നെ ഇപ്പം ഇതിൻ്റെ ബെയറിംഗ് ആണെങ്കിലും ഷാഫ്റ്റ് ആണെങ്കിലും ബ്ലേഡ് ആണെങ്കിലും ചെറിയ മുഴുപ്പ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം വലിയ വില കുറവ്. എന്നാൽ മോട്ടറിൽ എല്ലാം കൂടെ ഒരു ചെറിയ വേരിയേഷൻ വരുത്താമെന്നുള്ള രീതിയിൽ ചെറുത് കൂടെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചെറുതത്തിലാണെങ്കിലും നമുക്ക് ഈ കക്കായും മറ്റേ കപ്പത്തണ്ട അടിയാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമ്മൾ ആ മോട്ടറിന്റെ പവർ നമുക്കറിയാമല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ലോഡ് കൊടുക്കുന്ന ലോഡ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. കൂടിയ HP ആണെങ്കിൽ നല്ല കൂടുതൽ ഇടാം. അതിന് ഇടുന്ന ഭാഗവും അതനുസരിച്ച് ഓരോന്നിനും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനകത്തൊക്കെയാണ് നമുക്ക് ഇത്ര വലിയ സാധനം അത് എവിടെ ഇട്ടാല് ഇടാം. അത് സാധനം ഇത്രയും വലിപ്പത്തിൽ അത് ചെയ്യാൻ കിട്ടിയല്ല. നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു മെഷീനോട് അതുകൂടെ നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് ഒരു വലിയ മോഡല്. ഇത് 3 HP ആണ്. ഇത് 3 ഫേസ് ഉള്ളവർക്കാണ് പറ്റുള്ളൂ. ഇതായാലും നമ്മൾ 2 HP ഒന്ന് മോട്ടോർ വെച്ച് കഴിഞ്ഞാൽ അത് ലോഡ് വലിക്കുകയില്ല. 3 HP തുടങ്ങി 5 HP വരെ മോട്ടോർ ഇത് വെക്കാം. ഇത് സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ. ഇതിപ്പോ സെറ്റ് ചെയ്തില്ല. ഇതിന്റെ ട്രേയും ബാക്കി കാര്യങ്ങളും പിടിപ്പിച്ച് അതിന്റെ ബോഡി സ്ട്രക്ചർ മാത്രം പണി തീർന്നതാണ്. ഇത് അതിന്റെ സൈസ് നമുക്ക് ഇതാണ് വരുന്നത്. അപ്പൊ ഇത് ഈ ഇടുന്ന ഈ ഭാഗവും ഒക്കെ വലുതാണ്. ഇതിപ്പം കൂടുതലും മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഒക്കെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്ന യൂണിറ്റിലേക്കാണ്. അപ്പൊ അവിടെ വരുന്ന ഇപ്പൊ ഒരു തണ്ണിമത്തങ്ങയോ അല്ലെ ഒരു കുമ്പളങ്ങയോ മത്തങ്ങയോ ഇതൊക്കെ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞ് അപ്പം പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള. അപ്പൊ ഇത് സെറ്റ് ആക്കില്ല. അപ്പൊ 4 വലുപ്പമാണ്. അപ്പൊ അതിൽ തന്നെ മോട്ടറിന്റെ വ്യത്യാസം കൊടുക്കാൻ പറ്റും. ചേട്ടാ, അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ അതിനെ കുറിച്ച്, ഇരുമ്പിന്റെ ക്വാളിറ്റി അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ മെഷീൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്നോട് ഒരാൾ മേടിച്ചിട്ട് ഒരു 6 മാസം കഴിയുമ്പം അതെല്ലാം പറഞ്ഞു പോയി. ഇതൊക്കെ അത്യാവശ്യം മോട്ടറൊക്കെ എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നല്ല രീതിയിൽ അത് വെൽഡ് ചെയ്തില്ല, വെൽഡിങ് പൊട്ടി, അങ്ങനത്തെ ഒരു പ്രശ്നം വരാതെ നല്ല രീതിയിൽ തന്നെയാണ്. അതിന്റെ തകിടൊക്കെ ആണെങ്കിലും ഇപ്പം ഇതിന്റെ ഡ്രമ്മിന്റെ ഒക്കെ തകിട് 4 ഇഞ്ച് ഡ്രമ്മാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ ബാക്കിയുള്ള ബോഡി എല്ലാം ഗേജുള്ള തകിട് തന്നെയാണ്, GA-യുടെ തകിടാണ്. അപ്പം പിന്നെ ഇരുമ്പാണ്. അത് പലരുടെ ഉപയോഗത്തിനനുസരിച്ച് പലരും ചിലപ്പോൾ അത് ക്ലീൻ ചെയ്തൊന്നും പലരും ഇങ്ങനത്തെ ആവശ്യമായിട്ട് ചെയ്തു വെക്കാറില്ല. അതിന്റെ പേരിലുണ്ടാകുന്ന ചെറിയ പ്രശ്നം. അതുപോലെ ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ ആണെങ്കിലും സ്പ്രേ പെയിന്റ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ആദ്യം ഞങ്ങള് മാനുവലായിട്ടുള്ള ബ്രഷിന് റോളർ ഉപയോഗിച്ചായിരുന്നു. അതും അപ്പോക്സി എന്ന് പറഞ്ഞ പെയിന്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്പ്രേ പെയിന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി തന്നെയാണ് പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മള് ഉപയോഗിക്കുന്ന ഷാഫ്റ്റ് ആണിത്. ഇതിനുള്ള ബെയറിങ്ങിലാണ് ഈ ഷാഫ്റ്റ് ഉറപ്പിക്കുന്നത്. അതുകൂടാതെ ഇതാണ് അതിന്റെ ബ്ലേഡുകൾ. 2 ബ്ലേഡാണ് ഒരു മെഷീനിൽ വരുന്നത്. ആ ബ്ലേഡ് സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പം സെറ്റ് ചെയ്യാൻ. ഇത് ആദ്യകാലത്ത് ചെയ്തിരുന്നത് ഇത് സ്ക്രൂ ഇട്ട് മുറുക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ 2 ബ്ലേഡ് കയറ്റിയിടുമ്പം ആ സ്ക്രൂവേല് ഈ ബ്ലേഡ് കറക്റ്റ് പ്ലസ് പോലെ വരികയില്ല. ഇപ്പൊ ഇത് സ്ക്വയർ ആക്കി ഈ ഷാഫ്റ്റിന്റെ എൻഡ്. അപ്പൊ ഇത് നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇത് കയറ്റിയിടാം. പിന്നെ അതിന്റെ അകലം വരാനായിട്ട് ഒരു ബുഷ് ഇട്ട് ഈ ബ്ലേഡും വെച്ച് ഇവിടെ ഒരു ബുഷും വെച്ച് ഇത് അകത്തോട്ട് ഈ ഷാഫ്റ്റ് തുളച്ച് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. മുറുക്കി എല്ലാം ഇട്ട് നമുക്ക് ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ബ്ലേഡ് മെഷീൻ്റെ അകത്ത് ഇതുപോലെ പ്ലസ് ആയിട്ട് നിൽക്കും. അപ്പൊ 4 ബ്ലേഡിന്റെ ഫലം ചെയ്യും. ചിലപ്പോൾ മറ്റേത് നട്ടിട്ട് കഴിയുമ്പോൾ ചിലപ്പം ഈ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇത് വളരെ ഇത് ഏറ്റവും അവസാനം ചെയ്ത ഒരു മാറ്റമാണ്. ഈ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഹൈ കാർബൺ മെറ്റലാണ്. ഇത് ഈ ബ്ലേഡും ഷാഫ്റ്റും ഒക്കെ ഞാൻ കോയമ്പത്തൂർ കമ്പനിയെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്.
ഇപ്പൊ നമുക്ക് ഇവിടെ വേണേൽ ലോക്കൽ ചെയ്ത് കിട്ടും. അപ്പൊ അതിന്റെ ഒക്കെ ടെമ്പറിലുള്ള മാറ്റങ്ങൾ വരും. ഇതില് 10 ബ്ലേഡ് ചെയ്താലും 100 ബ്ലേഡ് ചെയ്താലും ഒരേ ടെമ്പർ ആയിരിക്കും. അപ്പൊ ആ ബ്ലേഡിന്റെ ക്വാളിറ്റിയിൽ യാതൊരു മാറ്റവും വരികയില്ല. അതെല്ലാം ഓയിൽ ടെമ്പറിങ്ങും അങ്ങനെ ഇതായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള ബ്ലേഡാണ്. അതുപോലെ ഇതിന്റെ ഹാർഡനിങ്, നമ്മളൊരു ബ്ലേഡിന് അതിന്റെ ഹാർഡനിങ് അനുസരിച്ചാണ് അതിന്റെ തേയ്മാനത്തിന്റെ ഇത്. ഈ ബ്ലേഡിന്റെ പ്രത്യേകിച്ച് D2 എന്ന് പറയുന്ന ഒരു മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ഇത് ചൂടാവും തോറും ഹാർഡനിങ് കൂടുതലേ വരുള്ളൂ. പിന്നെ നമ്മളിപ്പോ കക്കായൊക്കെ പൊടിക്കുമ്പോൾ ഏതായാലും കുറച്ച് തേയ്മാനം ഉണ്ടാവും. മറ്റുള്ള ഏത് കഴിച്ചാലും വർഷങ്ങളോളം നമുക്ക് കിടന്നോളും. കക്കായ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡർ കൊണ്ട് ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ അതിന്റെ അകത്ത് ഒരു അപ്പൊ അത് ബ്ലേഡ് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബ്ലേഡ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്ലേഡ് തന്നെ ആവശ്യക്കാർക്ക് പിന്നെ കൊടുക്കാനുള്ള ഇതുണ്ട്. എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും. ബ്ലേഡ് വരുമ്പോഴത്തേക്കും ഇതിപ്പം 1.5 HP ഓട്ടറിന്റെ ബ്ലേഡ് ആണ്. അപ്പം മുഴുപ്പനുസരിച്ച് ചെറിയ വ്യത്യാസം, ബ്ലേഡിന്റെ നീളത്തിലും വ്യത്യാസമുണ്ട്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു ബ്ലേഡിന് ഒരു 1500 രൂപ വില വരും. ഒരു ബ്ലേഡ് ഒരെണ്ണത്തിന് 800 രൂപ വരും. മറ്റുള്ളതിനും അതനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ബ്ലേഡിന്റെ. അപ്പൊ ആ ബ്ലേഡ് അതനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള ബ്ലേഡ് തന്നെയാണ്, മെറ്റലിന്റെ വ്യത്യാസമാണ് വരുന്നത്. ചേട്ടാ ഇതിന്റെ മെക്കാനിസം ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ നമുക്ക് മെഷീനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ മെഷ് മാറണം, ആ കാര്യങ്ങളോട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മെഷീൻ ഓപ്പൺ ചെയ്യാം. മറ്റുള്ള ഒരു മെഷീനൊക്കെ എന്ന് പറഞ്ഞാൽ നട്ടും ബോൾട്ടും എല്ലാം അഴിച്ച് വേണം ഓപ്പൺ ചെയ്യാൻ. ഇത് വളരെ ഈസി ആയിട്ട് ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ ലോക്ക്. അതിട്ട് ഇങ്ങനത്തെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ലോക്കായിട്ട് നിൽക്കും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് നമുക്ക് ഇത് ക്ലീൻ ചെയ്യണമല്ലോ, ഇത് മാറണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു സൂട്ട് കേസ് തുറക്കുന്ന രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇത് ആ മോട്ടറിന്റെ വെയിറ്റിന്റെ ബാലൻസിൽ അവിടെ നിന്നോളൂ. അപ്പൊ നമുക്ക് ഇതാണ് മെഷുകൾ. നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പൊടിക്കാന്, ഇപ്പം ചാണകമൊക്കെ പൊടിക്കാനാണ് ഈ ഒരു മെഷ് മതി. ഈ ഒരു കണത്തിലായിരിക്കും ചാണകം പൊടി. അല്ലല്ല, ഇതെന്നാ വെച്ചാൽ ഇതിന്റെ അകത്ത് ഈ രീതിയിലാണ് ഇതിന്റെ ബ്ലേഡ് കറങ്ങുന്നത്. അപ്പം അങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഇതിൽ നമ്മളിപ്പോ ഒരു അരിപ്പയിലിട്ട് ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ വലുത് ചാടും. അതേ സ്ഥാനത്ത് ഇതില് പൊടിഞ്ഞ ചാടുകയുള്ളൂ. ഇത് ഇത്ര ഹൈ സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് ഇത് പൊടിഞ്ഞ ചാടുകയുള്ളൂ. ഈ വലിപ്പം കണ്ടാൽ പോലും ആ വലിപ്പത്തിലല്ല ചാടുന്നത്, പൊടിഞ്ഞ ചാടും. പിന്നെ ചെറിയ ഇപ്പം ഫ്ലറി പോലെയൊക്കെ ആക്കാനായിട്ടോ ആണെങ്കിലോ അല്ലെങ്കിൽ കക്ക പൊടിക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു മെഷ് മതി. പിന്നെ നൈസായിട്ട് പൊടിയണമെങ്കിൽ അതനുസരിച്ച് ഏത് മെഷ് ഇടാം. ഞാൻ ആദ്യം പറഞ്ഞു KVK അവര് നൈസായിട്ട് പൊടിയാ. അപ്പം വളരെ നൈസായിട്ടുള്ള മെഷ് കൊടുക്കാൻ പറ്റും. ഉമ്മി പൊടിക്കാനൊക്കെ ഇതിലും ഇച്ചിരി ചെറിയ മെഷാണ് ഉപയോഗിക്കുന്നത്. വലിപ്പം കുറയ്ക്കണം, അതനുസരിച്ച് നമുക്ക് മെഷ് മാറിയിടാം. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചുമ്മാ വെറുതെ ഇവിടെയോട്ട് ഇട്ട് ഇത് അടച്ച് ലോക്ക് ചെയ്താല് ആ മെഷീന്റെ വർക്ക് തീർന്നു. അപ്പൊ നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. പൊടിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ മെഷീന്റെ ആവശ്യമുള്ളൂ. നമുക്ക് അരിയാനുള്ള കാര്യത്തിന് മെഷീൻ ഇടണ്ട. നേരെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വരുന്നത് അത് നമുക്കിപ്പം കമ്പോസ്റ്റിനൊക്കെ ചെയ്യാനായിട്ടുള്ള എല്ലാം ഒരേ അളവിലല്ല, ക്രഷ് ചെയ്ത് എടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പൊ വേസ്റ്റ് ഒക്കെ മെഷീൻ അരിഞ്ഞു കഴിഞ്ഞാല് വളരെ ഇത് വെച്ചാല് തീരെ ചെറുതായിട്ട് തന്നെ പോവുള്ളൂ. പിന്നെ ഉണങ്ങിയ കരികില അങ്ങനെയൊക്കെയുള്ള പൊടിക്കാനാണെങ്കിൽ ഇതിന്റെ വലിയ മെഷുകൾ, നമ്മളിപ്പം വെൽഡ് മെഷ് എന്ന് പറയും, അതിന്റെ 1, 1.5, 2 ഒക്കെ ഇട്ടാൽ മതി. കരികില പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള പൊടിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. ബ്രഷ് ഇട്ടോ ഇത് ക്ലീൻ ചെയ്യാം. ഇതാണ് ആ ബ്ലേഡിന്റെ ഡയറക്ഷന്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ സ്പീഡ് നമുക്ക് നോർമൽ മോട്ടറിന്റെ സ്പീഡ് 1440 RPM ആണ്. അതിന്റെ ഏകദേശം ഇരട്ടി RPM-ലാണ്. ഇതിപ്പം പുള്ളിയും ബെൽറ്റും കൊടുത്ത് സ്പീഡ് കൂട്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയും പവറായിട്ട് പൊടിഞ്ഞും അരിഞ്ഞും ഒക്കെ വരുന്നത്. നമ്മുടെ ഇപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് താത്തി വെക്കുന്നു. ഇതാണ് ലോക്ക്. ഈ ലോക്ക് ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സീറ്റിംഗ് ആയി. പിന്നെ മെഷീൻ നമുക്ക് പാഴ്സലൊക്കെ അയക്കാനോ അല്ല ഇതാണെങ്കിൽ ഈ നട്ടും ബോൾട്ടും 4 നട്ടും ബോൾട്ടും അഴിച്ചാൽ ഈ ട്രേ അഴിച്ചെടുക്കാം. ഇവിടെ ഇത് സ്റ്റാൻഡ് 2 നട്ടും ബോൾട്ടും അഴിച്ചാൽ ഇത്രയും ഭാഗം വേറെ വേറെ ഇപ്പൊ 3 പീസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ മോട്ടറൊക്കെ ആണെങ്കിലും ഇതുപോലെ ഇതൊക്കെ അഴിച്ച് വളരെ ഈസി ആയിട്ട് എടുക്കാനോ. പിന്നെ ഇത് നമുക്ക് മോട്ടോർ ബെൽറ്റ് ലൂസ് ആയാല് ഇതിൽ കാണാൻ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ആ നട്ട് ടൈറ്റ് ചെയ്യുമ്പം നോർമൽ ചെറിയ ലൂസൊക്കെ അതിൽ തന്നെ ടൈറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇനി കൂടുതൽ
ഇപ്പോൾ ഒരു പ്രാവശ്യം ബെൽറ്റ് മാറുമ്പം ഒരു നമ്പർ മാറ്റമാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അതൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. ഈ കപ്പത്തണ്ടൊക്കെ നമ്മൾ ചെറിയ തണ്ടൊക്കെ അല്ലെങ്കിൽ പശു ആടൊക്കെ തിന്നുള്ളൂ. അപ്പൊ ഇത് കുറച്ച് മുഴുത്ത തണ്ടൊക്കെ നമുക്ക് മുഴുത്ത തണ്ടാണെങ്കിൽ അരിഞ്ഞു പോകും, പൊടിഞ്ഞ് അങ്ങോട്ട് പൊക്കോളും. ഇതിപ്പോ നമ്മൾ ആ കപ്പത്തണ്ട് അരിഞ്ഞാ ഇപ്പൊ ആ കപ്പത്തണ്ടൊക്കെ നല്ല ഞുറുങ്ങി അതിന്റെ അകത്ത് പൊടിഞ്ഞു തന്നെ തണ്ടെല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇപ്പം പശുവിനോ അല്ല അതുപോലെ ആടിനൊക്കെ കൊടുക്കാനാണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ആവശ്യത്തിനും ഇതുപോലെ ഞുറുങ്ങി കിട്ടുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. പണ്ടുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ അത് കൊടുക്കുമ്പോൾ പൊടിഞ്ഞു തന്നെ വരും. ഇതിന്റെ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ 1 year വാറണ്ടി പറഞ്ഞാണ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിപ്പോ അത് കഴിഞ്ഞാലും എന്തെങ്കിലും കംപ്ലൈന്റുകളുണ്ട് അവർ നമുക്ക് ചെയ്തു കൊടുക്കാം. അതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മോട്ടറിന്റെ വാറണ്ടി അതെങ്ങനെയാ വരുന്നത്? അത് കമ്പനി തന്നെയാണ് 1 വർഷത്തെ വാറണ്ടി. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ബില്ലിന്റെ ആ ഡേറ്റ് തുടങ്ങി 1 വർഷത്തെ വാറണ്ടി കമ്പനി കൊടുക്കുന്നു. വീട്ടാവശ്യത്തേക്ക് ഒരു ഫാമിലേക്കുള്ളതാണ് നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒരു ഫാമില് പശു ഫാമിലേക്കാണെങ്കിൽ പശു ഫാമിലാണെങ്കിൽ നമുക്ക് അരിച്ചില് കാര്യങ്ങൾ പൊടിക്കുക. ഇപ്പം ചിലര് പിണ്ണാക്ക് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അത് കോഴിക്കോടുള്ള ഒരാളാണ്. പുള്ളി എള്ളും പിണ്ണാക്ക് ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ പിണ്ണാക്ക് എല്ലാവരും വെള്ളത്തിൽ കലക്കിയാണ് കൊടുക്കുന്നത്. അപ്പം വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നു, അതങ്ങ് വെള്ളത്തിൽ കുടിക്കും. അദ്ദേഹം പറഞ്ഞത് ഇത് അയവിറക്കുക എന്ന് പറയുന്നുണ്ട്. ഈ ഡ്രൈ ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും അയവെട്ടും. അപ്പൊ അതുകൊണ്ട് പുള്ളി അത് ഒരലിനകത്ത് ഇടിച്ചു പിടിച്ചോണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഇത് മെഷീൻ കണ്ടു കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ പിണ്ണാക്ക് പൊടിക്കുക. അപ്പൊ നല്ല ഹാർഡ് അത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല. അപ്പൊ പുള്ളി ഒരു 5 കിലോ സാധനമായിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ഒന്ന് വന്ന് നോക്കിക്കോ, നിങ്ങൾ കണ്ട് ട്രയൽ നോക്കി എന്തെങ്കിലും പൊടിക്ക് വ്യത്യസ്തമായിട്ട് സാധനം പൊടിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ വന്ന് പൊടിച്ച് നോക്കി കൊണ്ടുപോകാനേ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞാലും അവര് ബോധ്യപ്പെട്ട് കൊണ്ടുപോകണം. അതാണ് നമുക്കും അവർക്കും 2 കൂട്ടർക്കും. അപ്പം ഇനി അതല്ല അതിലെന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്തി പവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാറ്റം വരുത്തി കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിൻ്റെ അകത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവശ്യം എൻ്റെ അടുത്ത് വന്നത് ഇപ്പൊ ഒരു 2 കൊല്ലമായി. പുള്ളി തൂഷൻ എന്ന് പറഞ്ഞ ഈ ഉമ്മി കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്ലേറ്റ്, പുള്ളി നല്ല ഫേമസ് ആയാണ് പ്ലേറ്റ്, നമ്മുടെ ഡിസ്പോസബിൾ പ്ലേറ്റ്. അപ്പം പുള്ളി ഈ ഉമ്മി ഒന്ന് പൊടിച്ചെടുക്കണം. ഉമ്മി ചെറിയ സാധനമാണ്, വെയിറ്റ് ഇല്ല. അപ്പൊ അത് പുള്ളി മിക്സിക്കകത്തായിരുന്നു പൊടിച്ചോണ്ടിരുന്നത്. വലിയ മിക്സി മേടിച്ചിട്ട് ആളെ രാവിലെ ഇറങ്ങി വൈകിട്ട് വരെ പൊടിക്കുകയാണ്. അപ്പൊ അത് പുള്ളിക്ക് ചെലവ് കൂടുതൽ, പിന്നെ മിക്സിക്കും തേയ്മാനം വരും. ഉമ്മി ഫൈബർ ആയതുകൊണ്ട് നല്ല തേയ്മാനമുണ്ട്. അപ്പൊ ഈ പുള്ളി ഇത് എന്നോട് ഈ മെഷീൻ കണ്ടിട്ട് ഇത് പൊടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് അവിടുത്തെ ഉമ്മി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് പറന്ന് താഴെ കൂടെ അങ്ങ് പറന്ന് പോവുകയുള്ളൂ എന്നുള്ള രീതി ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ചോണ്ടിരുന്നു. അത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനത് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുള്ളി എൻ്റെ അടുത്ത് കുറെ ഉമ്മി കൊണ്ട് തന്നു, നിങ്ങളത് നോക്കുക എന്ന് പറഞ്ഞു. ഏതായാലും എനിക്ക് ചെറിയ ബ്ലേഡിലും മാറ്റം വരുത്തി, മെഷീനിലും ഒക്കെ മാറ്റം വരുത്തി, ആ ബ്ലേഡിന്റെ ഡയറക്ഷനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പം പുള്ളി ഉദ്ദേശിച്ച രീതിയിൽ അത് പൊടിക്കാൻ പറ്റി. അപ്പൊ പുള്ളി അന്നേരം ആ മെഷീൻ എടുത്തു. പുള്ളി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ അടുത്ത കാലത്ത് KVK, നമ്മുടെ കുമരകത്ത് KVK, തിരുവനന്തപുരം KVK, അവര് ഒരു രാസവള കൂട്ട് ചെയ്യുന്നുണ്ട്, വളക്കൂട്ട്. അതിൻ്റെ അകത്ത് പല രാസവളങ്ങളാണ്. അപ്പൊ കട്ടയായിട്ടുള്ള ഇതുണ്ട്. അവർക്ക് അത് പൊടിക്കണം, പൊടിച്ച് നല്ല പൗഡർ പോലെ ആക്കണം. അപ്പൊ ഇത് ഞാനൊരു അവാർഡിന് ഒരിക്കൽ കൊടുത്തിരുന്നു. അപ്പൊ അവരത് നോക്കാൻ വന്നതിൽ KVK എന്നുള്ളൊരു മാഡം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇത് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്നോട് വിളിച്ചു, ഇങ്ങനെ ഇത് പൊടിക്കാൻ പറ്റുമോ എന്നും ചോദിച്ചത്. അപ്പം ഒന്ന് രാസവളമാണ്, പിന്നെ അതിനൊരു ഈർപ്പം ചെന്ന് കഴിയുമ്പോൾ കുഴഞ്ഞു നിൽക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇത് നിങ്ങളുടെ കൂട്ട് കൊണ്ടുപോകാം. അപ്പം അത് പറഞ്ഞ് അവരത് കൊണ്ടുവന്ന് പൊടിച്ചു നോക്കിയപ്പോൾ അവരുടെ മിക്സി പൊടിക്കുന്നതിൽ ഭംഗിയായിട്ട്. അപ്പൊ ഇത് ഇട്ട് കൊടുത്താൽ താഴെ കൂടെ വന്നോളൂ. മറ്റേത് ഓരോ പ്രാവശ്യവും ഇട്ടിട്ട് മിക്സി ചെരിച്ചെടുക്കണം, ഓഫാക്കണം, അത് തിരിച്ച് വാരി എടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പൊ വളരെ ഈസി ആയിട്ട്. പിന്നെയുള്ള ഒരു കാര്യം, വേസ്റ്റ് മാനേജ്മെന്റിൽ തന്നെ നമുക്ക് BSF എന്ന് പറഞ്ഞൊരു നമുക്ക് പട്ടാളപ്പുഴു എന്ന് പറയും ലാർവ ഉപയോഗിച്ച് ഏറ്റവും പെട്ടെന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. നമ്മളിപ്പം ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റോ ഒക്കെ നമ്മൾ കമ്പോസ്റ്റിംഗ് രീതിയിലാണ് അതിനെ ചെയ്യുന്നത് സാധാരണ. അപ്പൊ അതൊരു 45 ദിവസം തുടങ്ങി 50, 60 അല്ലെ അതിൽ കൂടുതലോ ദിവസങ്ങളൊക്കെ എടുക്കാം. ഇപ്പം നമ്മൾ വെർമി കമ്പോസ്റ്റ് ആൾക്കാർ ചെയ്യുന്നത്, വെർമി കമ്പോസ്റ്റ് ഒക്കെ ഒരു 90 ദിവസം വരെയാണ് അത് കമ്പോസ്റ്റായി മാറാൻ എടുക്കുന്നത്. സ്ഥാനത്ത് BSF ലാർവ ഉപയോഗിച്ചുള്ള
കമ്പോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഈ ലാർവായ്ക്ക് കൊടുക്കുന്ന വേസ്റ്റ് അത് കഴിച്ച് കാഷ്ടമായിട്ട് വരുന്നു. അത് അത്രയും നല്ലൊരു വളം ജൈവവളങ്ങളിൽ നമുക്ക് കിട്ടാൻ തന്നെ പാടായിരിക്കും. അപ്പം ഏറ്റവും പെട്ടെന്ന് ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് ഈ വേസ്റ്റിനെ ഇത് കഴിച്ച് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിന് ഈ വേസ്റ്റ് അതേപടി ഇട്ടാലും കുറെ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചക്കറിയിലൊക്കെ ലാർവ ഉണ്ട്, അതിൽ മുട്ട ഉണ്ടാകും, അത് വിരിഞ്ഞ് ലാർവ പുഴു. അപ്പൊ നമുക്കെല്ലാം അതൊരു ശല്യമായിട്ടാണ് പലരും കാണുന്നത്. ഇപ്പൊ വേസ്റ്റിന്റെ അതാണെങ്കിലും പുഴു പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പ്രോട്ടീനുള്ള ഒരു സാധനം ഇപ്പൊ കോഴിക്ക്, താറാവിന്, പന്നിക്ക് എന്തിനും ഈ തീറ്റയായിട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് മീനിന്. നമ്മുടെ തിരുവനന്തപുരംകാർ ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ടില്ലായിരുന്നോ? തിരുവനന്തപുരം അല്ല, എന്നോട് എടുത്തത് എറണാകുളം ഒരു വലിയൊരു യൂണിറ്റ് ആണ്, BSF ലാർവാടെ. അതൊരു ഹോങ്കോങ് കമ്പനിയാണ്. അവരുടെ ഈ വേസ്റ്റ് ഒക്കെ അരയ്ക്കുന്ന മെഷീൻ വലിയ മെഷീനാണ്, 25 HP മേലോട്ടുള്ള വലിയ പ്ലാന്റ് ആണ്. അപ്പൊ അവർക്ക് ഈ ഇതിനെ അവരൊരു ഗ്രേഡ് തിരിച്ചാണ് അവരുടെ വളങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഗ്രേഡ് തിരിക്കുമ്പോൾ ഏറ്റവും -4 എന്നാണ് പറയുന്നത്. അപ്പൊ അത് അരിച്ചു വരുമ്പോൾ +4 എന്ന് പറഞ്ഞ ഒരു അളവ് വരും. അപ്പൊ അത് ലാർവ ഉണ്ടാവും. ഈ ലാർവ എത്ര പിടിച്ചാലും ഈ കുറെ കിടക്കും. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ ലാർവ ഈ +4 പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്റെ മെഷീൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് അപ്പൊ നന്നായിട്ട് പൊടിഞ്ഞ് -4ന്റെ ഇത്. അപ്പൊ ആ വളം കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഒരു വളമാകാണ്. ഈ ലാർവായിട്ട് പൊടിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ +4 കുറച്ചേ അത് വരുള്ളൂ. അപ്പൊ അതിന് അവർക്ക് ഈ മെഷീൻ മതി. ഇനി അവർ ലാർജ് സ്കെയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ എന്റെ മെഷീൻ തന്നെ ഒന്നോ രണ്ടോ വേണം, ഇല്ലെങ്കിൽ അവർ വലിയ മെഷീൻ പ്ലാൻ, അവർക്കൊക്കെ വലിയ മെഷീൻ എടുക്കാം. വലിയ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള പ്ലാന്റ് ആണ്. എങ്കിലും അവരിത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഉപയോഗം സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ യൂണിറ്റ് സന്ദർശിക്കാനായിട്ട് പ്രോ ലിനോവ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അവരിവിടെ വന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് അവരുടെ അവാർഡ് ലഭിച്ചിരുന്നു. അന്ന് ഓൺലൈനിലാണ് ഞാനതിൽ പങ്കെടുത്തത്. അവർ റൂറൽ ഇന്നൊവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന, കാർഷിക മേഖലയിലുള്ള റൂറൽ ഇന്നൊവേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവർ ഈ വർഷത്തെ അവരുടെ പ്രോഗ്രാം ഇന്ത്യയിൽ വെച്ച്, അത് നമ്മുടെ കുട്ടിക്കാനത്ത് PDS-ലായിരുന്നു അവർ പ്രോഗ്രാം നടന്നിരുന്നത്. അവിടെ നിന്ന് ഇതുപോലുള്ള യൂണിറ്റ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ യൂണിറ്റ് വന്നിരുന്നു. നല്ല ഒരു അഭിപ്രായവും അവരിത് കഴിഞ്ഞിട്ട് അവരുടെ മീറ്റിങ്ങിലൊക്കെ ഈ യൂണിറ്റിനെ പറ്റി സംസാരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മേഖലയിലേക്ക് എൻ്റെ ഈ മെഷീന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവർ കൂടി ആലോചിക്കാം എന്നും പറഞ്ഞാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ പോയിരിക്കുന്നത്. അവിടെ പങ്കെടുത്തതിൽ എനിക്ക് കിട്ടിയ അവാർഡാണ്. വലിയ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ വരികയും എൻ്റെ ഈ ഒരു ചെറിയ സംരംഭത്തെ ഇത്രയേറെ പ്രോത്സാഹനം നൽകുകയും ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കാർഷിക മേഖലയിലെ ഒരു ഉപയോഗത്തിനുള്ള ഒരു മെഷീനാണ് ഇത്. കൂടുതലും ആ ഒരു മേഖലയിലെ ആവശ്യക്കാരാണ് ഉപയോഗിക്കുന്നത്. പൊടിക്കുക എന്നുള്ളതിൽ നമുക്ക് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉണങ്ങിയ ചാണകം, പിണ്ണാക്ക്, അതുപോലുള്ള ഉണങ്ങിയത് എന്തും പൊടിച്ചെടുക്കാം. അതുപോലെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇപ്പോൾ ചോളം, ഗോതമ്പ് അതുപോലെയൊക്കെ ഉള്ളത് ഞുറുക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ എന്ത് സാധനങ്ങളും ഉണങ്ങിയത് പൊടിച്ചെടുക്കാൻ സാധിക്കും. അത് നമുക്ക് ഏത് അളവിലും മെഷുകൾ മാറിയിടുന്നതനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ പൊടിക്കാം. പിന്നെ അരിയ എന്നുള്ളതിൽ വേസ്റ്റോ അല്ലെങ്കിൽ പശുവിനുള്ള പുല്ല് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ കപ്പത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി, വാഴയുടെ അതുപോലെ എന്ത് സാധനങ്ങളും തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് ഈ റെനോ ഷെഡിങ് ആൻഡ് ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്.